നമസ്കാരം. കർണാടകയിലെ മൈസൂരിലാണുള്ളത്. ഞങ്ങൾ ഇന്ന് ചെന്നൈയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. മൈസൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും രാത്രിക്ക് 9 മണിക്കുള്ള കാവേരി എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. 9 മണിക്കാണുള്ള ട്രെയിൻ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:40 ഉള്ളൂ. ഒരുപാട് സമയം ഇനി ഞങ്ങൾക്കുണ്ട്. എന്നാൽ പിന്നെ നമുക്കിനി നേരത്തേക്ക് പോവാം. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഒരുപാട് സമയമുണ്ട്. അതുവരെ സമയം ചിലവഴിക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ രാത്രി കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. തീർച്ചയായും. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഒരു 700 മീറ്ററേ ഉള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക്. നേരെ അവിടത്തോട്ട് പോവാം. മൈസൂർ KSRTC ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇത് പല ഭാഗത്തേക്ക് വന്ന ബസ്സുകളാണ്. ഇത് കർണാടകയിലത്ത് ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു ടൈപ്പ് ബസ്സാണിത്. നോൺ AC ബസ് അശ്വമേധ. ഇതുണ്ടല്ലോ, ഇത് ഞങ്ങൾക്ക് ഒരു തവണ യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ ഇല്ല. പിന്നെ നമ്മുടെ ടൈമിംഗ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് അത് പിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത്. വൈകാതെ തന്നെ അതിലൊക്കെ ട്രാവൽ ചെയ്യാം. പിന്നെ ഇവിടെ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു വണ്ടിയുണ്ട്, അതായത് KSRTC സ്വിഫ്റ്റ് ഡിലക്സ് എയർ ബസ്. ഇത് കൊട്ടാരക്കര വണ്ടിയാണ്. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോവാം. ഇത് ഇവിടെ KSRTC സ്വിഫ്റ്റ് കൊട്ടാരക്കര. ഇത് എത്ര മണിക്ക് എടുക്കുന്ന അറിയില്ല. ഇത് കുറച്ച് എന്തായാലും ഒരു 10 മണിക്കൂർ എന്തായാലും ഇവിടെ ഉണ്ടാവും, കാരണം ആൾക്കാരൊന്നും ആയിട്ടില്ല ഇതിൽ. പിന്നെ മെയിൻ അതായത് ബാംഗ്ലൂരിലൊക്കെ 1-2 സർവീസായിട്ട് പോകുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ ഇവിടെയാണ് നിർത്തുക. നോൺ AC ഉണ്ട്, AC ഉണ്ട്. മൈസൂർ ബംഗളൂരു ഇത് AC വണ്ടിയാണ്. അതിൻ്റെ അപ്പുറത്തുള്ളതുണ്ട്, അത് നോൺ AC. ഞങ്ങൾ ഇതിന് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് അവിടെ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക, അതിൻ്റെ അകത്ത് കയറാം. ഇത് നോൺ സ്റ്റോപ്പാണ്. എല്ലാം 1-to-1 ആണ്. അവിടെയൊക്കെ ഉണ്ട് വണ്ടി, അവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഈ ഒരു മൈസൂർ വന്നാൽ പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് വന്ന് കാണണ്ടേ. രാത്രിക്ക് തന്നെ ഇതൊക്കെ വന്ന് കാണട്ടോ, നല്ല രസമാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് മാറാം. ഈ ഒരു വന്ന വഴി തന്നെ തിരിച്ച് നമുക്ക് നടന്നിട്ട് പോവാം. ഇവിടെ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ വൃത്തിയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് അധികം കടകളൊന്നുമില്ല. പിന്നെ അതിൻ്റെ അകത്ത് പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ വെജ് ബിരിയാണി മാത്രമേ മെയിനായിട്ട് ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ അങ്ങനെ അതെങ്കിലും ട്രൈ ചെയ്യേണ്ടി വരും അല്ലേ. ഇവിടെ കേരള ഹോട്ടൽ നല്ല വന്നിട്ടുണ്ട് എഴുതിയിട്ടില്ല. ഞങ്ങൾക്ക് ഈ ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് ഒരു വൃത്തി എന്താ പറയാ ഇങ്ങനെ പിടിക്കുന്നില്ല, തോന്നിക്കുന്നില്ല. എല്ലായിടത്തും കാരണം പണിയായിരുന്നു, വാങ്ങിക്കണോ. വണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രം സർവീസ് നടത്തുന്ന വണ്ടിയാണ്. മൈസൂരിൻ്റെ തന്നെ പല ഭാഗത്തേക്കുള്ള വണ്ടികളാണ്. സിറ്റി സർവീസ്. ഇതൊരു ബിരിയാണി മാത്രം കിട്ടുന്ന ഒരു ഹോട്ടലാണ് ഈ കാണുന്നത്. നമ്മൾ എന്തായാലും ഇവിടുന്ന് കഴിക്കുന്നില്ല, നമുക്ക് നേരെ തന്നെ നടക്കാം. ഇതൊരു ജംഗ്ഷനാണ്. ഇവിടുന്ന് നേരെ ഈ കാണുന്ന വഴിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. നല്ല ലൈറ്റിംഗ് ഒക്കെയാണ്, സ്ട്രീറ്റ് ലൈറ്റ്സ് ആണ്. ഇത് ഇവിടുത്തെ സൈറ്റ് സീയിങ് ബസ്സാണ്, KSRTCൻ്റെ അമ്പാരി. ഒരു മൈസൂർ പാലസ് ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഇതിപ്പോൾ അത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് തന്നെ അത് പോയതാ. അങ്ങനെ നടന്ന അവസാനം മൈസൂരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെ പഴയ ഒരു ലോക്കോമോട്ടീവൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടതാ, ഒരു വളരെ പഴയ ഒരു ലോക്കോമോട്ടീവ്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഒരു കാഴ്ച ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. കണ്ട, ഇന്ത്യൻ ഫ്ലാഗ് വരുന്ന ഇവിടെയാണ്. പിന്നെ ഐ ലവ് മൈസ്, അതായത് മൈസൂര് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേഷൻ്റെ കോഡാണത്. അതങ്ങ് അവിടെയാണ്. പിന്നെ മെയിൻ എൻട്രി ഗേറ്റൊക്കെ വരുന്നത് ഇവിടെയാണ്. ടോട്ടലി അടിപൊളിയാണ്, നല്ല ലൈറ്റിംഗ് ആണ് ഈ ഒരു മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തേക്ക്. പിന്നെ അങ്ങ് അവിടെയാണ് റിട്ടയറിംഗ് റൂമിൻ്റെ ഇതൊക്കെ വരുന്നത്. നിലവിൽ ഇവിടെ ഓൺലൈനിലില്ല, ഓഫ്ലൈനിലുണ്ടോ എന്ന് ഞങ്ങൾ അവിടെ പോയി ചോദിച്ചിട്ടില്ല. മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഞങ്ങളൊരു 8 മാസം മുന്നേ വന്ന സമയം മുതൽ തന്നെ ഇവിടെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിൽ ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ടാവും അല്ലേ. റിനോവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും ഓപ്പൺ ആവാനാണ് ചാൻസ്. നേരത്തെ മനു പറഞ്ഞ പോലെ തന്നെ ഓൺലൈനില്ല, ഓഫ്ലൈൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈസൂരത്തെ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റും അലങ്കരിച്ചിരിക്കുന്നത് കാണണമെങ്കിൽ അത് ദസറ സമയത്ത് തന്നെ വരണം മൈസൂരിൽ. വെൽക്കം ടു മൈസൂരു. ഇവിടെ തന്നെ മെയിനായിട്ടുള്ളത്, ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള മൈസൂരു പാലസിൻ്റെ ഒരു ഇതാണ്. ഇനി ഇവിടത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ആ ഒരു സെൽഫി പോയിന്റ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ആ മൈസൂരുവിൻ്റെ അവിടെ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് കണ്ട. നമ്മുടെ കാവേരി എക്സ്പ്രസ് 21 മണി
പ്ലാറ്റ്ഫോം നമ്പർ 3 പുറപ്പെടുക. ഇവിടെ നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാം. ചില സമയത്തൊന്നും ഇവിടെ വന്നാണ്ട് നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ആൾക്കാർ വന്ന് നിൽക്കുന്നതുകൊണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ. ഈ MYS എന്ന് പറഞ്ഞത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കോഡാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടേഴ്സൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. റിസർവേഷൻ ചെയ്യേണ്ടതായാലും അൺറിസർവ്ഡ് ആയിട്ടുള്ള ടിക്കറ്റ് എല്ലാം എടുക്കേണ്ട ഈ ഒരു ഭാഗത്തേക്കാണ്. നമുക്കിനി നേരെ ഇതുവഴി ഇങ്ങനെ കയറി പോവാം. ഇവിടേക്ക് എന്താ വൃത്തി എന്നറിയാം. ഇത് കണ്ടതാ, ഒരു വേസ്റ്റോ ഒന്നും കാണാൻ പറ്റൂല ഇവിടെ. പ്രീപെയ്ഡ് ഓട്ടോ ബൂത്ത്. മൈസൂരു റെയിൽവേ സ്റ്റേഷൻ എഴുതിയ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ കുറച്ച് സ്റ്റാച്ചുകളുണ്ട്. ഇതാദ്യം ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന സമയത്തുണ്ടല്ലോ, ഇതൊക്കെ ഒറിജിനലാണെന്നാണ് വിചാരിച്ചത്. പിന്നീട് കണ്ട് മനസ്സിലായത് ഇത് സ്റ്റാച്ചു തന്നെയാണെന്ന്. കാരണം ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആണ് ശരിക്കും ഇത് മനസ്സിലാവുക. ഇത് ഭാഗത്തുണ്ട് അതാ ഒറിജിനലായിട്ട് സ്വന്തം ഒരു ആൾക്കാർ വന്ന് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നിക്കുക. കാരണം അത്രയും അടിപൊളിയായിട്ട് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നേരെ നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. ഇതേ 160-22 കാവേരി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3 പുറപ്പെടുക. ഇതാണ് 1 നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ തന്നെയാണ് ഒരു വെജിറ്റേറിയൻ ഫുഡ് കോർട്ട് ഉണ്ട്. പിന്നെ നേരെ അവിടത്തോട്ട് തന്നെ പോവാം. 7:30 ആയി ഏകദേശം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ആ ട്രെയിനിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലോട്ട് തന്നെ പോവാം. ഇതാണ് ഞങ്ങൾ ഇവിടുന്ന് വെജ് ബിരിയാണി പറഞ്ഞു. അതേ ഇവിടെ വന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിന് ഒരെണ്ണത്തിനായത് 70 രൂപയാണ്. പിന്നെ ഇത് കുറച്ച് സലാഡിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നവി കഴിച്ചു തുടങ്ങി. ഞങ്ങൾ നേരത്തെ മൈസൂർ വന്ന സമയത്ത് ഇവിടെ തന്നെയാണ് വെജ് ബിരിയാണി വാങ്ങിയത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പുറത്തൊന്നും കഴിക്കുന്നില്ല, ഇവിടെ തന്നെ മതി തീരുമാനിച്ചു. ഇത് ആകുമ്പോൾ ഉണ്ടല്ലോ വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം അവിടെയൊക്കെ ആ ഒരു വൃത്തിയൊക്കെ നോക്കുമ്പോൾ ആ സമയത്തല്ലേ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുന്നവരല്ലേ, ഈ ഫുഡ് പോയിസൺ ഭയങ്കര പേടിയാണ്. വെജ് തന്നെ കഴിച്ചാൽ പിന്നെ വേറെ പ്രശ്നം വരില്ലല്ലോ. ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ആ ഒരു റെസ്റ്റോറൻറ്റ് തൊട്ട് ഇവിടെ തന്നെയാണ് റിട്ടയർ റൂമിൻ്റെ ഇത് വരുന്നത്. റിസപ്ഷനൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഇപ്പം ഡോർമെറ്ററി ഇല്ല, റൂം മാത്രമേ ഉള്ളൂ. 24 മണിക്കൂറിന് 1200 രൂപയാണ് ഇവിടെ റൂമിനാവുന്ന ചാർജ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ 3 നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇത് സേഫ് ക്ലോക്ക്, അതായത് നമുക്ക് ഓൺലൈനിൽ ഇതിൽ തന്നെ പൈസ അടിച്ച് നമുക്ക് ഈ ഒരു ലോക്ക് കിട്ടും. ഇതിലെവിടെ വേണമെങ്കിലും എടുക്കാം. ബാഗേജ് ലോക്കേഴ്സ്, സ്മാർട്ട് സെൽഫ് സർവീസ് പ്രൈവറ്റ്, ഇതുണ്ടല്ലോ. ഇതിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ചാർജൊക്കെ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെയിറ്റിംഗ് റൂമൊക്കെ അവൈലബിൾ ആണ് ജെൻസിനും. അതുപോലെ തന്നെ ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. മൈസൂരു റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ക്ലോക്ക് റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇതിൻ്റെ ചാർജാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വേണ്ട 20-30 രൂപ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പാലസിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ബാഗൊക്കെ വെച്ചിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ അവിടെ എഴുതിയിട്ട് വിത്തൗട്ട് ലോക്ക് ബാഗ്സ് നോട്ട് അക്സെപ്റ്റ്, അതായത് നമുക്ക് ലോക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ബാഗ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. കാവേരി എക്സ്പ്രസ് 3 നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതേ താഴെയുണ്ട് വണ്ടി. ഇത് ഈ കാണുന്ന വണ്ടി LHP അല്ല. മാത്രമല്ല ഇതിൽ ലൈറ്റൊന്നും വന്നിട്ടില്ല, ഡോറൊന്നും തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇതും എന്തായാലും തുറന്നിട്ടില്ല. നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്ന കാവേരി എക്സ്പ്രസ് ഇതാണ്. ഇതിന് കാവേരി എക്സ്പ്രസ്സിന് പുറമെ തന്നെ ഈ ഒരു ഇതിന് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അതേത് വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂരിൽ നിന്ന് KSR ബംഗളൂരിലേക്കുള്ള മാൽഗുഡി സൂപ്പർ ഫാസ്റ്റ്. അതാണ് 20 623 24 ആയിട്ടുള്ള ഒരു നമ്പറില്ലേ നമ്മളിത് 60 21 22 എന്നുള്ള ഇത് കാവേരി എക്സ്പ്രസ് എന്നാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ ക്ലാസ് ആണ്. സ്ലീപ്പർ ക്ലാസ്സിൽ S4, അതായത് ഈ ഒരു കോച്ച് അതൊന്നും തുറന്നിട്ടില്ല. നമ്മളെ കോച്ച് ഏത് വർഷം ഉണ്ടാക്കിയ കോച്ചാണ് നമുക്കൊന്ന് കാണണ്ടേ, അതാദ്യം പോയി കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഉത്കൃഷ്ട കോച്ച് എന്നാണ് ഇതിനെ പറയുക. ഇത് ടോട്ടൽ മാക്സിമം എടുക്കുന്ന സ്പീഡ് 110 km/h ആണ്. ഇതിൽ തന്നെ എഴുതിയിട്ട് വേണ്ട നമ്മുടെ ഈ ഒരു ഇത് ഏത് വർഷം എങ്ങനെ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടോ, ഇവിടെ ഇത്ര അക്കം എഴുതിയിട്ടുണ്ട്. ഇതിലത്തെ ആദ്യത്തെ 2 അക്കം ഇല്ലേ, അതാണ് ഇത് നിർമ്മിച്ച ആ ഒരു വർഷത്തിനെ സൂചിപ്പിക്കുന്നത്. അതായത് ഈ കോച്ച് ഉണ്ടാക്കിയത് 2005-ലാണ്. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഇതിൻ്റെ ഓരോരോ നമ്പേഴ്സാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഈ ഒരു കോച്ച് 2005, അതായത് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. മൈസൂരു ജംഗ്ഷൻ എന്നുള്ള ഒരു നെയിം ബോർഡ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാവേരി എക്സ്പ്രസിൻ്റെ ലോക്കോമോട്ടീവ് വരുന്നത് ഇലക്ട്രിക് ആണ്, അതായത് WAP7.
റോയാപുരം ലോക്കോമോട്ടീവ് ഷെഡിൻ്റെയാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡീസൽ ലോക്കോമോട്ടീവ് ഉണ്ട്. ഇതൊന്നും ഓണാക്കേണ്ട കാര്യം ഇപ്പോഴേ വരുന്നില്ലല്ലോ, ഇനി ഒരുപാട് സമയമുണ്ട് അത്ര. ഈ മൈസൂരു റെയിൽവേ സ്റ്റേഷൻ ഒരു കർവിലാണ് ഉള്ളത്, ഇങ്ങനെ വളഞ്ഞാണ് ഉള്ളത്. ഇവിടെ തന്നെ നമ്മുടെ കാവേരി എക്സ്പ്രസിൻ്റെ ഒരു നെയിം ബോർഡ് ഉണ്ട്. ഇതേ കാവേരി എക്സ്പ്രസ് മൈസൂരു ടു MGR ചെന്നൈ സെൻട്രൽ. ഈ ഒരു ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയാം. ഇതിന് ടോട്ടലി 2 ജനറൽ ക്ലാസ്സാണ് ഉള്ളത്, ഒന്ന് മുന്നിലും ഒന്ന് പുറകിലും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പറിൻ്റെയിലേക്ക് വരുവാണെങ്കിൽ 14 സ്ലീപ്പർ ക്ലാസ് ഉണ്ട്. ഇത് S14 ഒരുപാട് സ്ലീപ്പർ ക്ലാസ് ഉണ്ട്, എന്തോ ഭാഗ്യം കണ്ടോ. S14. അത് കഴിഞ്ഞാൽ പിന്നെ തേർഡ് AC വരുവാണെങ്കിൽ 2 തേർഡ് AC ഉള്ളത്, 3 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. ഫസ്റ്റ് AC ഉള്ളത് HA1 ആണ്. ഫസ്റ്റ് AC കം സെക്കൻഡ് AC. ഇത്രയും സമയമായിട്ടുണ്ടല്ലോ ഈ വണ്ടിയിലെ ഡോർ ഇതുവരെ തുറന്നിട്ടില്ല. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇത്ര സമയമല്ലേ? 8 മണി കഴിഞ്ഞു. അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും ഡോറ് തുറന്നിട്ടില്ല. നമ്മുടെ കോച്ചിൻ്റെ വാതിലൊക്കെ തുറന്നു. ഇനിയിപ്പോൾ നമ്മുടെ ബെർത്ത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 43ഉം 46ഉം. ഈ 2 അപ്പർ ബെർത്താണ് നമ്മൾ പ്രിഫറൻസ് കൊടുത്തെടുത്തത്. ഇനിയിപ്പോൾ ഇതിൽ ലേറ്റൊക്കെ ആയിട്ട് എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ಕಾಟ್ಪಾಡಿ ಅರಕೋಣಂ ಮಾರ್ಗವಾಗಿ ಹೋಗುವ ಗಾಡಿ ಸಂಖ್ಯೆ 160222 ಮೈಸೂರು ಚೆನ್ನೈ ಸೆಂಟ್ರಲ್ ಕಾವೇರಿ ಎಕ್ಸ್ಪ್ರೆಸ್ 3ನೇ ಪ್ಲಾಟ್ಫಾರ್ಮ್ನಿಂದ 21 ಗಂಟೆಗೆ ಹೊರಡಲಿದೆ. यात्रीगण कृपया ध्यान दें, KSR बेंगलुरु काटपाड़ी अरकोणम मार्ग से चलकर गाड़ी संख्या 160222 मैसूरू चेन्नई सेंट्रल कावेरी एक्सप्रेस प्लेटफॉर्म नंबर 3 से 21 बजे पर रवाना होगी. ഇവിടെ ഈ ഒരു കോച്ചിന്റെ കളറൊക്കെ കണ്ട ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇതിന് നല്ലൊരു വീതിയുണ്ട് ഈ 2 അപ്പർ ബെർത്തിന്. പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയും. ഇവിടെ ഒരു മിററിന്റെ ചെറിയ ചാർജിങ് സോക്കറ്റ് ഇവിടെയാണുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് അങ്ങ് അവിടെയാണ് ചാർജിങ് സോക്കറ്റ് ഉള്ളത്. അവിടെ കപ്പ് ഹോൾഡേഴ്സൊക്കെ ഉണ്ട്. പിന്നെ പൊടിയൊന്നുമില്ല ഈ ഒരു ബെർത്തിൻ്റെ ഇവിടെ. മൈസൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 9 മണിക്ക് തന്നെ കാവേരി എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. മൈസൂരിനും ചെന്നൈക്കും ഇടയിൽ ഈ ട്രെയിന് 20 സ്റ്റോപ്പുകളുണ്ട്. ഇത് ബസവ എക്സ്പ്രസ് ആണ്, ബഗൽകോട്ടിലേക്ക് പോകുന്നത്. അതിൻ്റെ ജനറൽ ക്ലാസ് അത് അൺറിസർവ്ഡ് കോച്ച്. WDP 4D. മൈസൂരിനോട് വിട. എങ്ങോട്ടാ പോകുന്നത്? സമയം ഇപ്പോൾ 9:20 പാണ്ഡവപുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ട്രെയിൻ. മൈസൂർ വിട്ടതിന് ശേഷം ആദ്യത്തെ സ്റ്റോപ്പ്. തിരക്കേ ഇല്ല കേട്ടോ ഇവിടെ നിന്നും. ഈ വണ്ടിയിലൊക്കെ ഉണ്ടല്ലോ RIC കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും, കാരണം അത്രയും തിരക്കാണ്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ബെർത്തിൻ്റെ വീതി ഞങ്ങൾ പറഞ്ഞില്ലേ, എൻ്റെ ഈ ഒരു ബാഗ് വെച്ചാൽ തന്നെ അവിടെ അത്രയും വീതി കാണുന്നുണ്ട്. പിന്നെ ഒരിടത്തിൻ്റെ കാര്യം
കോച്ച് വളരെ പഴയൊരു കോച്ചാണ്, പക്ഷെ എന്നാലും ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഒരു തിളക്കം തോന്നിക്കുന്നുണ്ട്. കാരണം പണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് കാണുന്നുണ്ടല്ലേ ആ ഒരു കളറില്ലേ, ആ ഒരു കളറാണ് മെയിനായിട്ട് ഒരു അട്രാക്ഷൻ കിട്ടുന്നത്. പെട്ടെന്ന് നല്ല രീതിയിൽ എടുത്ത് കാണുന്നുണ്ട്. ട്രെയിൻ ഇപ്പം മണ്ഡ്യ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളെ ട്രെയിൻ 2 മിനിറ്റ് മാത്രമാണ് സ്റ്റോപ്പ്. ഈ ഒരു മൈസൂരിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് നമുക്ക് സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ഫെയർ 295 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാവേരി എക്സ്പ്രസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഈ ട്രെയിൻ ആദ്യമായിട്ട് തുടങ്ങിയത് 1980-ലാണ്. ആ സമയത്ത് ഈ ട്രെയിൻ ഈ പറഞ്ഞ മൈസൂരിൽ നിന്ന് KSR ബംഗളൂരു വരെ മാത്രമേ സർവീസ് ഉണ്ടായുള്ളൂ. പിന്നീട് 1998-ലാണ് ഇത് ചെന്നൈയിലേക്ക് നീട്ടിയത്. അത് കണക്റ്റിംഗ് ആ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മൈസൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് നീട്ടിയത്. നിലവിലിപ്പം ഇവിടെ നേരെ പോകുന്നുണ്ട്. നല്ല ഹൈ പ്രയോറിറ്റി ഡിമാൻഡ് ട്രെയിനാണ്. മണ്ഡ്യയിൽ ടോട്ടലി 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. അതിൽ നമ്മുടെ ട്രെയിൻ വന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ 2 മിനിറ്റത്തെ ഹോൾട്ടിന് ശേഷം എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ബാംഗ്ലൂരിലേക്ക് പോകാൻ ഒരുപാട് അൺറിസർവ്ഡ് ടിക്കറ്റുകാരൊക്കെ സ്ലീപ്പറിൽ കയറിയിട്ടുണ്ട്. മണ്ഡ്യ സമയം ഇപ്പോൾ 10:01 മധൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഈ ഒരു മധൂർ എത്തുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഈ ഒരു മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്ന എല്ലാ ട്രെയിനിലുണ്ടല്ലോ, ഇവിടുത്തെ സ്പെഷ്യലായിട്ടില്ല മധൂർ വട കിട്ടും. അത് ആ ഒരു വട ഈ ഒരു പേരിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. കാരണം ഞങ്ങൾ മൈസൂരിലേക്ക് വരുന്ന ഒരു ട്രെയിനിൽ മധൂർ വടയൊക്കെ എടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളി വടയൊക്കെ പോലെ 15 രൂപ കിട്ടുന്ന ഒരു നല്ലൊരു ലഘുഭക്ഷണം. അതെ. സമയം ഇപ്പം 10:30. രാമനഗരം റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ 2 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട് കേട്ടതാ. പത്തേ 32 സമയം. ഇനി ഈ ട്രെയിൻ പോകുന്നത് കെങ്ങേരി KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനൊക്കെ വഴിയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ അതുവരെ ഒന്നും കാത്തിക്കുന്നില്ല. ഇന്നിപ്പോൾ രാത്രി കിടന്നുറങ്ങുകയാണ്. കാരണം നമ്മുടെ കോച്ചിൻ്റെ ആ ഒരു നമ്മുടെ ഭാഗത്തില്ല ആൾക്കാരൊക്കെ കിടന്നുറങ്ങി. അവരൊന്നും ബുദ്ധിമുട്ടിക്കാൻ ഇനി കഴിയില്ല. അതുകൊണ്ട് നമുക്കിന്ന് കിടന്നുറങ്ങാം. നാളെ രാവിലെ 6:45 ആകുമ്പോൾ ട്രെയിൻ ചെന്നൈയിൽ എത്തുക. പക്ഷെ നമുക്ക് അതിന് മുന്നേ ഒരു 5:45 ആകുമ്പോഴേ അറിയാം. ഇന്ന് കിടന്നുറങ്ങാണ്. നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6:03. തിരുവള്ളൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിനിൽ 3 മിനിറ്റിൻ്റെ സ്റ്റോപ്പ്. ഇവിടെ ഇതാ തിരുവള്ളൂരിൽ നിന്നുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കാവേരി എക്സ്പ്രസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടല്ലോ, ഇതിൽ ഭയങ്കര അൺറിസർവ്ഡ് ടിക്കറ്റുകാർ കയറുന്നുണ്ട്. ഇന്നലെ ബാംഗ്ലൂരിലേക്കായാലും ഇപ്പം ഇത് രാവിലെ അറക്കോണത്തു നിന്നായാലും കയറിയിട്ടുണ്ട്. എന്തൊരു മോശം കാഴ്ചയല്ലേ അത്. ചെന്നൈയിലേക്ക് 42 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടി. സമയം 6:33. പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത്രയും നേരം ഈ ഒരു വണ്ടി ജനറൽ ക്ലാസ് ആയിരുന്നു, ഈ ഒരു സ്ലീപ്പർ ക്ലാസ്സൊക്കെ. ഇപ്പോഴാണ് എല്ലാവരും പെരമ്പൂരിലേക്ക് ഇറങ്ങിപ്പോയത്. സ്ലീപ്പർ ക്ലാസ് എടുത്ത് ടിക്കറ്റ് എടുത്ത് നമ്മളൊക്കെ ആരായി. അത് ഇന്നലെ മൈസൂരിൽ നിന്ന് പിന്നെ ബാംഗ്ലൂരിലേക്കായാലും അതേ സെയിം അവസ്ഥ തന്നെ ഉണ്ടായത്. അതെല്ലാം ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് കയറുന്നതല്ല അത് അവസ്ഥ. അത് ആ ഒരു മനോഭാവം ഇതൊരു മാറാൻ ജനങ്ങൾക്ക് പറ്റില്ല. സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എടുത്ത് നമ്മളൊക്കെ ആരായി. പിന്നെ ആരോട് പറയാൻ ഇതൊക്കെ? കംപ്ലൈൻറ്റ് കൊടുക്കാന്നെല്ലാം നിങ്ങൾ പറഞ്ഞാലും ഈ ട്രെയിനിലത്തെ മുഴുവൻ കോച്ചുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. AC ഒഴിക്കുക, ബാക്കി എല്ലാ ക്ലാസ്സിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഒന്നും ചെയ്യൂല ആരും. എല്ലാ സ്ലീപ്പർ ക്ലാസ്സിലും ഇതേപോലത്തെ അവസ്ഥയാണ്, ജനറൽ ആവുന്ന അവസ്ഥയാണ്. ഒരു കോച്ചിന് മാത്രമാണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ നോക്കാം. എല്ലാ കോച്ചിനും തന്നെയാണെങ്കിൽ അവരൊന്നും ചെയ്യൂല. കാരണം ഇതിലൂടെ മെയിൻ സ്ഥിര കാഴ്ച തന്നെ ആയിരിക്കാം. ഇതിലൂടെ തന്നെ ഒരു റോഡൊക്കെ ഉണ്ട്. പിന്നെ സൂര്യനൊക്കെ ഉദിച്ച് വരികയാണ്. ബേസിൻ ബ്രിഡ്ജ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി. ട്രെയിൻ ഇപ്പോൾ ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്.
ഇനിയിപ്പോൾ 2 കിലോമീറ്ററേ ഉള്ളൂ MGR ചെന്നൈ സെൻട്രൽ. ഇനി ഇങ്ങനെ പോകുള്ളൂ, കാരണം തൊട്ട് മുന്നിൽ തന്നെ വേറൊരു വണ്ടിയും കൂടി ഉണ്ട്, കാണുന്നില്ല. ഇവിടുത്തെ യാർഡാണ്. പുതിയ വന്ദേ ഭാരതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എവിടെയാണ് ഉണ്ടാവുക, അങ്ങ് അവിടെയുണ്ട് ഒരു വന്ദേ ഭാരത. അതായത് അതിൻ്റെ ഒക്കെ കോച്ച് ഫാക്ടറിയിൽ നിന്ന് നിർമ്മിക്കുക, വന്നിട്ട് വണ്ടി നേരെ കൊണ്ടുവരിക ഇവിടത്തോട്ടാണ്. റോയാപുരത്തിൻ്റെ ഒരു WP7 നല്ല സ്റ്റിക്കറിങ് അല്ലേ. ഈ റോഡാണിത്, ഈ റോഡ് ലോകോമോട്ടീവ് ഷെഡിൻ്റെ. ഇനി എവിടെയായിരിക്കും പ്ലാറ്റ്ഫോം എന്നതാണ് നോക്കേണ്ടത്. മൈസൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 496 കിലോമീറ്റർ യാത്ര ചെയ്തിപ്പിതാ പുരട്ജി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇത് ഏത് പ്ലാറ്റ്ഫോമാ? ഇപ്പം സമയം 6:56. ഇത് 8-ാം നമ്പർ പ്ലാറ്റ്ഫോം. 8ലേക്കാണ് വണ്ടി വന്നത്. ചെന്നൈയിൽ ഇവിടെ വണ്ടി ഇറങ്ങി. പിന്നെ ഇത് അനുഭവപ്പെട്ട വേറൊരു കാര്യമുണ്ട്. TT വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞാൻ കറക്റ്റ് ഫോണിലെടുത്ത് ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു. 2:04-നാണ്, അതായത് അർദ്ധരാത്രി 2:04-നാണ് TT വന്നത്. ഞാനും നമുക്ക് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ആ ഒരു സമയത്താണ് TT വന്നത്. ആ സമയത്ത് നല്ല ഉറക്കം ഉണ്ടാകുന്ന സമയത്ത് വന്ന് അതിനുശേഷം ആ ഉറക്കം പോയി. ഞാൻ അറിഞ്ഞതേ ഇല്ല TT വന്നത്. ഇവർക്ക് കുറച്ച് നേരത്തെ വന്നൂടെ, കാരണം എന്തായാലും മനുഷ്യരല്ലേ, കിടന്നുറങ്ങണ്ടേ. ആ ഒരു ഉറക്കം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടൂല അത്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെന്നൈയിൽ ഡോർമെട്രി ഉണ്ട്, അത് കിട്ടുമോ നോക്കണം. ഓഫ്ലൈൻ ആണത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അത് നമ്മുടെ ഒരു ഇതാണല്ലോ, അപ്പം നോക്കാം. ഇവിടെയാണ് AC ഡോർമെട്രി ഉള്ളത്. ഇത് നമുക്ക് ഉണ്ടോ നോക്കാം ആദ്യം പോയിട്ട്. ഇവിടെ ഡോർമെട്രി ഉണ്ട്. 12 മണിക്കൂറിന് 265, 24 മണിക്കൂറിന് 600 രൂപ. ഇതാണ് ഡോർമെട്രി. നമ്മളെടുത്തിട്ടുള്ളത് 9ഉം 10ഉം അടുത്ത് തന്നെ കിട്ടി. ഇത് ഈ 2 എണ്ണം. ബെഡൊന്നും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല ബെഡ് തന്നെയാണ്. ഇവിടെ ഒരു ഫാൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഫാൻ ഉണ്ട്. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, നമുക്ക് വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബാഗൊക്കെ വെക്കണമെങ്കിൽ ഇവിടെയാണ്. ഇവിടെ വെച്ചിട്ട് നമുക്ക് ലോക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ എവിടെ പോകണമെങ്കിൽ നമ്മൾ ലോക്ക് കൊണ്ടുവരണം, എന്നിട്ട് അവിടെ ലോക്ക് ചെയ്യുക. അത് എല്ലാ ബെഡിനും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കോമൺ ആണ് ടോയ്ലറ്റും ബാത്റൂമും അവിടെയാണ് വരുന്നത്. ഈ ചെന്നൈയിലെ ഈ ഒരു ഡോർമെട്രി ഞങ്ങൾ പല തവണ വന്നപ്പം ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഫുള്ളായിരുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഹെവി പ്രൈവസി ഒന്നുമില്ല. ഈ ഒരു ഡോർമെട്രിനെക്കാട്ടും നല്ല ഡോർമെട്രി ആയിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് ചെന്നൈ എഗ്മോറിലത്തെ ഡോർമെട്രിയാണ്. ചെന്നൈ എഗ്മോർ നമുക്ക് ഡോറൊക്കെ ഉണ്ടല്ലോ, ഇതിവിടെ ഇങ്ങനെയാണ് അവസ്ഥ വരുന്നത്. ഇത്രയേ ഉള്ളൂ, കാരണം നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ ഇവിടെ ഉണ്ടാവും. രാത്രി കടന്നുറങ്ങുമ്പോൾ ചില രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, കാരണം പ്രൈവസിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുവാണെങ്കിൽ ഇവിടെ എടുത്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓൺലൈനിൻ്റെ വേറെ ഉണ്ട്, അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നോക്കാം. നമ്മളിത് ഓഫ്ലൈൻ മാത്രമേ ഇവിടെ ഉള്ളൂ. റൂം നമുക്ക് പ്രതീക്ഷിച്ച് വരാനും പറ്റൂല. ഇന്ന് കിട്ടി, ഞാൻ നേരത്തെ കിട്ടൂല എന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിപ്പോയി. അപ്പോൾ 2 പേർക്ക് ഇവിടെ ഡോർമെട്രി 12 മണിക്കൂറായത് 530 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ചെന്നൈ എഗ്മോർ ഉണ്ട്, ഇതുപോലെ തന്നെ ചെന്നൈയിലെ റിട്ടയർ റൂം, അതുപോലെ തന്നെ താമ്പരത്തും അത്യാവശ്യം കുറച്ച് ചീപ്പാണ്, നല്ല പ്രൈവസിയാണ്. പക്ഷേ അവിടത്തേക്കില്ല, ദൂരമാണ് പ്രശ്നം. അതെ.
പിന്നെ എന്താ പറയുക, നമ്മളിന്ന് കാവേരി എക്സ്പ്രസ്സിന് യാത്ര ചെയ്തു. അടിപൊളി നല്ല വണ്ടിയാണ്. പക്ഷേ അതിലത്തെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമുണ്ട്. ജനറൽ ടിക്കറ്റ് കയറുക, അതൊഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി വണ്ടിയാണ്. അപ്പോൾ എന്താ പറയുക, ചെന്നൈയിലെത്തിയ സ്ഥിതിക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.